Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. Good morning and good evening. I hope each one of you doing good and great. The sufficiency of God's grace. നിനക്ക് മതി. 2 Corinthians chapter 12 verse 9 says, "My grace is sufficient for you." നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളും നമ്മളെ അനുഗ്രഹത്തിലേക്കും നന്മയിലേക്കും നയിക്കുവാൻ കാരണമാകുന്നു. All the problems and trials that come in our life will turn to goodness in our life. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശൂലമായിരിക്കുന്നത് എന്താണോ അതിനെ ഓർത്ത് നിങ്ങൾ വറി ചെയ്യേണ്ട. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രമോഷൻ, ഒരു അനുഗ്രഹം തരാൻ പോവുകയാണ്. Do not be worried about the problems and the test that you have right now in your life. It is not to destroy you, but it will bring so many blessings in your life. അത് പല തരത്തിലെ പരീക്ഷകളും പരീക്ഷണങ്ങളുമായിരിക്കാം. അത് നിങ്ങളെ തോൽവിയിലേക്കല്ല കൊണ്ടുപോകുന്നത്, ജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ യേശു സഹായിക്കും. There may be different types of trials and tests, but it will not take you to failures, but it will take you to success and promotions. ഈ പ്രതിസന്ധികളെ നമുക്ക് എങ്ങനെ ജയിക്കുവാൻ കഴിയും? How can we take victory over these kind of trials? അത് പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും നമുക്ക് ധൈര്യം ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് ജയമുണ്ടാകുവാനിടയായിത്തീരും. Through the word of God, prayer and faith, we will get the boldness, and the Holy Spirit will lead us to the victory. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ജീവിതം മാറ്റി നമ്മുടെ ജീവിതത്തിൽ യേശുവുമായി ഒരു ഇന്റിമസിയിലേക്ക് നമ്മൾ വരിക. Let us not be away from the Lord Jesus, but from now onwards, let us start an intimate life with Jesus. ഈ ഇന്റിമേറ്റ് ലൈഫിലാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ആ സുരക്ഷിതത്വം കൂടുതൽ അനുഭവിപ്പാൻ ഇടയായിത്തീരുന്നു. We can experience more of protection in this intimacy with Jesus. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനോടുള്ള അടുപ്പം വർദ്ധിക്കാനും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും ഇടയായിത്തീരട്ടെ. I pray that let this message take you to the deeper level of intimacy with Jesus. ഒരു പുതിയ അഭിഷേകത്തിലേക്കും പുതിയ ശക്തിയിലേക്കും പുതുമയിലേക്കും കർത്താവ് നമ്മെ നയിക്കാൻ പോവുകയാണ്. The Lord is leading us to a new life, a life that is renewed and regenerate. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകും. Holy Spirit will guide you. നിങ്ങളുടെ പ്രതിസന്ധികൾ ഓടി മറയാൻ പോകും. You will not have any more trials. കർത്താവ് നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചിരിക്കുന്നു. Jesus will definitely transform our lives. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? Can you believe that? എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാമോ? Can you pray with me? ഒരു വലിയ പ്രതിസന്ധി നിങ്ങളെ വിട്ട് ഓടിപ്പോകും. A big trials that you are facing right now is going to run away from you. കർത്താവേ, ഈ ജനത്തെ ബ്ലസ് ചെയ്യണമേ. Dear Father God, please bless the people who are listening. അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയെയും യേശു കർത്താവ് മാറ്റിക്കളയണമേ. Lord, you remove all kinds of trials and tests from their lives. വലിയ മിറക്കിൾ അവരുടെ ജീവിതത്തിൽ ചെയ്യണമേ. You do great and supernatural miracles in their life. ദൈവത്തിന്റെ ഫേവർ ഇവരോട് കൂടെ ഇരിക്കണമേ. Let your divine favor be upon them. അങ്ങ് അത് ചെയ്തിരിക്കാൻ നന്ദി പറയും. Thank you that you have done that. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. Amen. ഡിസംബർ മാസം 25, 26, 27 മെലേക്ക്
കോൺഫറൻസ് പുനലൂർ മലേക് പ്രയർ മൗണ്ടനിൽ നടക്കുന്നു. നിങ്ങളെല്ലാവരും വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. December 25, 26, 27, we will have a Malay conference at Punalur. I want all of you to come and join and be blessed. Bless you.